अरे ओ मीनू, आ गया तुम्हारा मास्टर जी। हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ। आइए आइए आइए, इधर बैठो ना, इधर. ബൈട്ടോന് അതെന്തോന്ന് ബൈട്ടോനൊക്കെ ഇപ്പൊ സമയമില്ല. ആ എന്നാ അറിയാവുന്ന ഭാഷ പറയാം. ഇങ്ങോട്ടിരിക്കാം. മേലെ പെയിന്റിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടാണ്. മീനു ഉള്ളത് പറയണമല്ലോ, എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ? ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? ആർക്കാ അച്ഛാ പരിഭവം? ഞങ്ങള് വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ 2 ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടി ഒന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? അതെന്തോന്ന്? അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയും. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം, ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ, എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാഴ്ച മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല. ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചേച്ച് വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്? തൊലച്ചു. തുളച്ചെങ്കിൽ തിരിച്ചഴിയായിരിക്കും. അച്ഛനൊന്നും ഉണ്ടായിരിക്കും. സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തിരട്ടുന്നുണ്ടോ? അതല്ല, എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ മോളെ? ടീച്ചർ വരുന്നുണ്ടോ നോക്ക്. ചെല്ലേ. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രേ ഉള്ളോ? നല്ല 1-ാം തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം. എനിക്ക് പോണോ? ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ അയ്യോ ടീച്ചറായിരിക്കും. അയ്യോ അമ്മ, അയ്യോ. ടീച്ചർ, ഇത് മാസ്റ്റർ. അയ്യോ, ഹലോ ടീച്ചർ, ഐ എം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കേ ടീച്ചർ. മീനു, അച്ഛനെവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാൻ. ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ, 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 അച്ഛ ടീച്ചറെ വിളിക്കുന്നു. അച്ഛാ, അച്ഛന് നല്ല സുഖമില്ല മോളെ. ടീച്ചറെ ഊണ് കഴിച്ചിട്ട് വേഗം പൊക്കോളാൻ പറ. അല്ലച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവനും ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛന് വേറൊരു നല്ല സുഖമില്ല.
പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ ആ, വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. ഏ മേജർ സാറേ, മേജർ സാറേ, വരൂ നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ, ചുക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കു ചും. ദാ കഷായം വയറ്റുവേദനയ്ക്ക്. ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, ഏ? ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കൂ. മീശയ്ക്കോ? വയറ്റുവേദനയോ? ചേടാ മുത്തശ്ശ, മുത്തശ്ശ, ഇതാണ് പ്രേം. ഇതാണ് പ്രേം. മനസ്സിലായി മനസ്സിലായി. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച കാര്യം ഈ മുത്തച്ഛനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയക്കാരനായിരിക്കും. ഏത് പാർട്ടിയാ? അയ്യോ അല്ല. ഓ, അയ്യന്നോ അയ്യന്നോ, പുതിയ പാർട്ടിയായിരിക്കും. ഏതെങ്കിലും നല്ല പാർട്ടിയിൽ നിന്ന് കാലു മാറിയ ഹോട്ടലിലെ മന്ത്രിയാകാം. അയ്യോ, രാഷ്ട്രീയക്കാരനല്ല, ഏ? രാഷ്ട്രീയക്കാരനല്ല. ഓ, വേഷം കണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഏതായാലും നല്ല തറവാട്ടിൽ പറഞ്ഞതായിരിക്കും. വേഗം വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. കല്യാണക്കാര്യം ഈ മുത്തച്ഛൻ ഉറപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. ചേച്ചി, അരിയൊന്നും കൊണ്ടുവരണ്ട. അച്ഛനെ മാത്രം കൂട്ടി കൊണ്ടുവന്നാ മതി. ഈ വേഷമൊക്കെ പഴഞ്ചന. ഇവളുടെ തന്തയുണ്ട് വീട്ടില്, വയസ്സായി. അവൻ കളസമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിടുക്കനാകണം. ഇപ്പോഴത്തെ കാലത്ത് എന്റെ കൊച്ചുമകളുടെ ഭർത്താവ് ഒരു പരിഷ്കാരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഗമയ. നടക്കട്ടെ നടക്കട്ടെ മോളെ. ഇവിടെ മൂത്രം ഒഴിച്ചോ മോനെ? ആ, ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട, മതി. എന്നാ മോൻ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വാങ്ങിച്ചു തരും. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോള്ള ഒരുത്തനാണെന്ന്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. എങ്ങനെ? അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാണ്. അയാളുടെ മുഖത്ത് നോക്കി 10 ചീത്ത വിളിക്കണം. അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ആണോ? ആ, ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണോ മാമ? മാമ ഉറപ്പ്. ആ അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടുതരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചോട്ടെ? വിളിച്ചോ? വിളിക്കും. നീ വിളിച്ചോ? ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വിളിക്കും. വിളി. നിന്റെ അന്ത്യമായ ഇന്ന് എവിടെ എവിടെ എടാ വാസുള്ളേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? ഏതാ 2 തടിമാടന്മാരകത്തിരുന്ന വിലസൻ നിനക്കൊന്നും കൺട്രോൾ ചെയ്യാൻ വയ്യ. താനക്ക് എന്ത് ഭയമായാലും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. കുടിച്ചിട്ടുണ്ടോ ചേട്ടാ? എന്താ ചേട്ടാ ഈ കേൾക്കുന്നതൊക്കെ? അറിയാം, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ.
ആണുങ്ങൾ കരുപിടിക്കും, സ്നേഹമുള്ള ഭാര്യ കൂടി നിർത്തുകയും ചെയ്യും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ പറയണ, നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുസ്തി പിടിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ ഇങ്ങനെ കലം പറയണ? ഏടാ നിന്റെ വാലിൽ നിന്ന് എഴുതി കലക്കൂടാ പട്ടി. നിന്നെ കൊന്നാലും ഒരു മനുഷ്യനെ കൊന്നതായിട്ട് കണ്ടുപോകും. നിന്നെ പുറത്തുവെച്ച് കണ്ണുള്ള താകണ്ടാ. ഇതെന്തിനാണെന്നറിയാമോ? നാളെ ആ കുരുടന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഓഹോ, പട്ടാളത്തിൽ എന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകും. എപ്പോൾ? നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. എടോ പിള്ളേ, ഞാൻ ജയിച്ചു. വൈകിയാണ് ബുദ്ധി ഉദിച്ചെങ്കിലും ബെറ്റിൽ ഞാൻ ജയിച്ചു. തനിക്കിനി എന്തെങ്കിലും വേണോ? ഒരു സ്മാള് കൂടി. ബേരർ 2 ഡബിൾ ലാർജ്. കാണുന്നില്ലല്ലോ മോളെ. ആരാ അച്ഛാ? ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നു. എന്റെ കൂടെ സർവീസിൽ ഉണ്ടായിരുന്ന ആളാ, വളരെ പ്രസിദ്ധനായ ഒരു കണ്ണു ഡോക്ടർ. മീനു, ഇപ്പൊ സമയം എന്തിനാ എന്തിനാ? എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമായിരുന്നു. ഞാൻ മറന്നുപോയി, ഇപ്പോഴോർത്തത്. മീനു, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? ഇന്നെങ്ങും പോണ്ട, ഡോക്ടർ വരുന്ന ദിവസമായിട്ട്. അതെ, ഹീസ് വെരി ബിസി. ഇന്ന് അരമണിക്കൂറൂടെ തങ്ങാമെന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. അല്ല, അടുത്ത മാസം എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ എന്റെ അമ്മാവൻ ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ പോയിട്ട് വേണം വിശദമായ പരിശോധന നടത്താൻ. നമുക്കിറങ്ങാം. അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണേ പൊക്കോ. പക്ഷെ ആരും മുമ്പ് അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ടെന്നാ കുഴപ്പം. അല്ല, കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷേ അമേരിക്ക പോകുന്നതിന് മുമ്പ് മറ്റാരെ കൊണ്ടും ചികിത്സിപ്പിക്കില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തു. എന്താ മോളെ, കണ്ണിനേക്കാൾ വലുതല്ലോ വാക്ക്. നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ, പരിശോധിപ്പിക്കുന്നില്ലേ ഉള്ളൂ. അച്ഛൻ പറയുന്ന അനുസരിക്കു ഗോവിന്ദ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. അനുസരിച്ചാ ഞാൻ ബെറ്റി തോറ്റു പോകുമീനു. എന്ത് ബെറ്റ്? അല്ല, അത് അമ്മാവനുമായി ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. അമേരിക്ക പോകുന്നതിന് മുമ്പ് വേറെ ഒരു ഡോക്ടറെ ഞാൻ എന്റെ കണ്ണ് കാണിക്കില്ലെന്ന്. ബെറ്റിൽ അങ്ങനൊരു നിയമം ഉള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വന്നു കാലൻ. എന്താണ് വിളിച്ചു വിളിക്കുന്നത്? ഐ എം ഡോക്ടർ മേജർ മാത്യൂസ്. ഒറ്റടി വെച്ചിരും. പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പാച്ചപ്പിള്ളയുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ബെറ്റ് വെച്ച കാര്യം നീ ഇപ്പോഴും മറന്നില്ലല്ലേ? ഒറ്റടി വെച്ചില്ലടാ, അത്ര വിൽപ്പുറമുള്ള നിനക്ക്. നീ ഒരക്ഷരം പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. നിന്റെ രോഗിയെ കാണാൻ, അവനെ പരിശോധിക്കുക, കണ്ടതിന് ശേഷം മരുന്ന് കൊടുത്തിട്ട് ഉടനെ ഞാൻ സ്ഥലം വിടും. മനസ്സിലായില്ലേ? അപ്പൊ നീ ഒന്നും പറയണ്ടടാ. അടുത്ത മാസം ഞാൻ ഇവിടെ വന്നാ നമുക്ക് സ്റ്റൈലായിട്ടൊന്ന് കൂടിക്കളയാം. മനസ്സിലായില്ലേ? ഒരു അക്ഷരം പറയണ്ട. നീ പറയാൻ പോണ കാര്യം എന്താന്നുള്ളത് എനിക്കറിയാം. മനസ്സിലായി? നിന്റെ രോഗിയോടെ അത് മനസ്സിൽ ഒന്നും പറയണ്ട, ഒരു അക്ഷരം പറ. അല്ല, ഇതാണോ ആള്? നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ അല്ല മേജറെ? ആളെ കണ്ടപ്പോ എനിക്കൊരു സംശയം. രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുമകനാക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ആട്ടെ, രോഗി ഒന്ന് കിടന്നാട്ടെ, ഒരു അരക്കൈ നോക്കാം. അതല്ലേ കുഴപ്പം. ഗോവിന്ദ് ആരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സമ്മതിക്കില്ല. ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ. ബെറ്റോ? ബെറ്റ് വെക്കുകയാണെങ്കിൽ അത് ഇവനായിട്ടായിരിക്കും. ഇവന് ചെറുപ്പത്തിലേ ഉള്ളൊരു അസുഖ. അനങ്ങ ബെറ്റ് വെക്കുക, ബെറ്റ് വെക്കുക. അച്ഛനുമായിട്ടല്ല. പിന്നെ ആരായിട്ടാ? അതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതായാലും ഇവിടെ വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് ഒന്ന് പരിശോധിപ്പിച്ചാൽ എന്തെന്ന് എനിക്കും തോന്നുന്നു. അങ്ങനെ ഇപ്പൊ പരിശോധിപ്പിക്കണ്ട. ബെറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ അമ്മാവനുമായിട്ട്? അഭിമാനമുള്ളവരാരും ബെറ്റിൽ പറഞ്ഞ നിയമങ്ങൾ തെറ്റിക്കാറില്ല. സാറ് തന്നെയല്ലേ മുമ്പേ പറഞ്ഞത് വാക്കിനേക്കാൾ വലുത് കണ്ണാണെന്ന്? ഞാൻ മൂത്തവരെ ധിക്കരിക്കാറില്ല. ഡോക്ടർ, എന്തോ? ഞാൻ എവിടെയാ കിടക്കേണ്ടത്? എവിടെ വേണമെങ്കിൽ കിടക്കാം. അവിടെ കിടക്കാം, ഇതും കിടക്കാം, താഴെ കിടക്കാം, തറ കിടക്കാം, ചേർന്ന് കിടക്കാം, നിക്ക, എന്തുവാ ചെയ്യാം. രോഗിയുടെ സൗകര്യമാണ് എന്റെ സൗകര്യം. എന്താ 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 അവിടെ ഒരു ബഹളം? യെസ് യെസ്,
ഐ എം ഡോക്ടർ മേജർ മാത്യൂസ്. ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട, അറിയാം. എന്ത് ഡോക്ടറാ? ഡാക്ടറോ മൃഗഡാക്ടർ ആണെങ്കിൽ നമ്മുടെ പാഞ്ചാലി പശുവിനെ ഒന്ന് കാണിക്കാം. 4-5 ദിവസമായി കിടന്ന് രാപ്പകയില്ലാതെ അമറുക. കാരണവരെ ഞാൻ വെറും മൃഗങ്ങളെ ചികിത്സിക്കാറില്ല. സപ്പോസ് മനുഷ്യരിൽ തന്നെ ചില മൃഗങ്ങളുണ്ട്, അതിനെ ഞാൻ ചികിത്സിക്കാറ്. അപ്പൊ പശു അയച്ചു കിട്ടാൻ പറയട്ടെ സരസ്വതി. മിണ്ടായിരിക്കണം അച്ഛാ. എന്തിന്റെ ഡോക്ടറാന്ന് പറഞ്ഞു? ആ കണ്ണ്, മൂക്ക്, വായ, തൊക്ക്, ഈ കാല് നോക്കൂലേ? അതിനകത്തൊരു ജീവിതമുണ്ടോ? അയ്യോ എന്റെ അച്ഛന്റെ കാല് ഒന്ന് ശരി, നോക്കാൻ ശരി, അച്ഛാ, ശരി, ഇരിക്കണം. ഇരിക്കൂ. ദേ, ഡോക്ടർ കാല് നോക്കാൻ ഇരിക്കൂ. ദേ, ഇരിക്കണം. ആ, ദേ, ഒന്ന് ആ നോക്കിയാലോ? ടോർച്ച് ഉണ്ടോ? വേണ്ട. ആ. ശരി. ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ എന്ത് ചെയ്യും ഡോക്ടർ? ഒരൊറ്റ വഴിയുള്ളൂ, ഒരു മൈക്ക് സെറ്റ് വാങ്ങിട്ട് ഇവിടെ കെട്ടി തൂക്കാം. ഡാക്ടർ പോകുമ്പോഴേ ആ ഞെക്കുകളൊക്കെ എനിക്കൊന്ന് തന്നേച്ചു പോണം. രാത്രി പറമ്പിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോ ഒന്ന് വെട്ടം കാണാനാ. ആ ഭയപ്പെടാനൊന്നുമില്ല. ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് പഴയ കാഴ്ച തിരിച്ചു വിട്ടു. പക്ഷെ ഒന്ന് പുറത്ത് പോയിട്ടൊന്ന് വിശുദ്ധായിട്ടൊന്ന് പരിശോധിക്കണം. എഴുന്നേൽക്കൂ. ഞാൻ വേറൊരു ഡോക്ടറെ വരാം. ഞാൻ തോന്നുന്നില്ല വേറൊരു ഡോക്ടർ താൻ വരുന്നുണ്ട് എന്റെ കൂടെ. ഇല്ല, സൗകര്യമായിട്ട് കണ്ടോളാം. ആ എന്നാ ഈ പെട്ടിയെടുത്ത് കാറിൽ നോക്കി. ഏ? അത് വേണ്ട, ഞാൻ വെച്ചോളാം. നടക്കൂ നടക്കൂ നടക്കൂ. ഗുഡ് മോർണിംഗ്. പലരും പറഞ്ഞ് രാവിലെ പോലെ അന്വേഷിക്കുകയാണെന്ന്. എന്താ കാര്യം? തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതിന് പ്രത്യേകിച്ച് കാരണമല്ല വേണം. ഓ വെള്ളം അടിക്കാൻ കമ്പനി വേണമായിരിക്കും. രാത്രി പോരെ, എനിക്ക് വീട്ടിൽ പോകണം. ഓ ആത്മാർത്ഥ സുഹൃത്തുക്കളെക്കാൾ വലുതല്ല വീടും കുട്ടികളും കുടുംബവും ഒന്നും. മനസ്സിലായില്ലേ? തന്നെ ഞാനെന്താ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൊണ്ടു കിടക്കുന്നത്? അത് എന്റെ ഒരിതുമല്ല. അവിടെ പാത്രം കഴുകലും തുണികലൊക്കെ ആയിരുന്നു ജോലിയെങ്കിലും താനും പണ്ടൊരു പട്ടാളക്കാരനായിരുന്നല്ലോ എന്ന് വെച്ചിട്ടാ. മനസ്സിലായോ? എനിക്കും എന്റെ സുഹൃത്തുക്കളോ ഏറ്റവും വലുത് ആണല്ലോ അല്ലേ? ആ പിന്നെ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ എവിടെ? അതിനു മുമ്പ് താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. തീർച്ചയായും. ഞാന് ഒരു രഹസ്യം തന്നോട് പറയാം. അത് താൻ നേരെ ചെന്ന കണ്ണുപൊട്ടനോടോ അല്ലെങ്കിൽ ആ മുറുക്കാൻ കടക്കാരൻ പാച്ചമ്മനോടോ ചെന്ന് പറയണം. അതിനെന്താ, പറയാമല്ലോ. അല്ല, നമ്മൾ തമ്മിലുള്ള രഹസ്യം എന്തിനാ അവരോട് പോയി പറയുന്നത്? തന്റെ ഒരു സന്തോഷത്തിന്. നമ്മുടെ സന്തോഷത്തിന്. ആ കണ്ണ് ഡോക്ടർ വരുന്ന കാര്യം ആരാ പാച്ചമ്മനോട് പോയി പറഞ്ഞത്? കണ്ണ് ആരാ പാച്ചമ്മനോട് പോയി പറഞ്ഞതെന്ന് ആർക്കറിയാം? അല്ല, പാച്ചുള്ള സംഭവം അറിഞ്ഞു? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. പട്ടി, എന്റെ കള്ളും മേടിച്ച് കുടിച്ചോണ്ട് താൻ എനിക്ക് ഭാരം വെക്കാൻ നടക്കല്ലേ? അയ്യോ അയ്യോ, എല്ലാം വീട്ടിട്ട് ഞാൻ മര്യാദ. അയ്യോ പട്ടി ഓടിച്ച് നിന്റെ അയ്യോ 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 ഞാനും താനും തമ്മിൽ യാതൊരു ബന്ധവും. അയ്യോ, നിന്റെ ഒരു വശത്തെ മീച്ച ഞാൻ എടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാറ്റിയിട്ടോടാ. എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തര അയ്യണ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്. ചേടാ, പലതവണ ആ എംബൊക്കെ നീ വെറുതെ വിട്ടു. എങ്ങാണ്ടൊന്ന് വന്ന ഒരു തെണ്ടി ഈ തറവാടിന് മാനം കളയുമല്ലോ ഭഗവാനെ. നിങ്ങൾ എന്തായി പറയുന്നത്? നിന്റെ ആ വിശ്വസ്തനായ വേലക്കാരനുണ്ടല്ലോ, അവൻ അവൻ ഒന്ന് പറ. പോയി നോക്ക്. എവിടെ? ചെല്ലേ. അവിടെ പുറയിൽ പുറയിൽ. എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു തരുമായിരുന്നല്ലോ. സാരമില്ല. എടാ, എടീ, പട്ടാപ്പകൽ ഇങ്ങനെ കൂട്ടാൻ നിനക്ക് നാളല്ലേടി? നീ ഒരു പെണ്ണാണോ? എടീ, ഞങ്ങൾക്ക് ഇവിടെ മാനമര്യാദ ജീവിക്കണേ. തള്ളയോ തള്ള നിന്റെ അടുത്തത്. എന്നോടൊന്ന് പറയിപ്പിക്കരുത്.
അമ്മ അമ്മേ ഈ കാറ്റ് വന്നിട്ട് ഇതിന്റെ എടാ, നീ മതിലോട് ഇപ്പുറത്ത് വരണ്ട, അവിടെ തന്നെ പോയി താമസിച്ചോ. അയ്യോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അയ്യോ ഞാൻ ആരോട് പറയും? വലിയ പണക്കാരിയാണെന്നുള്ള ഭാവം നീ എന്റെ അടുത്ത് കാണിക്കണ്ട. തൊലി വെളുത്ത ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എടീ, നിന്നെ ഞാൻ തെമ്മാർത്തമ്മണ്ടല്ലോ. ഇവിടെ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറയാനുണ്ടല്ലോ. എന്റെ ഭാര്യയ്ക്ക് എത്ര ഭർത്താക്കന്മാരാണ് നിലവിലുള്ളത്? അമ്മ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. ദാ, ഇറങ്ങാൻ പുറത്ത്. ഇറങ്ങാൻ. കാസർഗോട്ടുള്ള എന്റെ കുടുംബം. അവന്റെ ഒരു കുടുംബം ആ വിചാരം നിനക്ക് കൊണ്ടോടാ. എനിക്ക് പ്രായമായ ഒരു മോൾ ഇവിടെ ഉണ്ട്. നിന്നെ പോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ. അല്ല. വയ്ക്കോ, വയ്ക്കോ അപ്പുറത്ത്. സരസ്വതി, ഈ ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞേക്കാം. എടാ, പോടാ. ഇപ്പുറത്തിറങ്ങണ്ട, അതിലൂടെ അങ്ങ് പോ. പോ. ഈ കാറ്റ് വന്ന് ഇതിന്റെ ഇതിനെ അടി- നിങ്ങളോട് ഞാൻ ഇങ്ങ് വരാൻ പറഞ്ഞില്ലേ? വരാൻ. ആരാ? കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഇവിടെ എത്തിയപ്പോ പ്രഷർ കൂടി. ഇത്ര നേരം ആ ഗേറ്റിൽ കുത്തി ഇരിക്കുകയായിരുന്നു. അയ്യോ, എന്നിട്ട് ആരും കണ്ടില്ല? കണ്ടാ തന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുവോ? കാലം അതായി പോയില്ലേ. കുറച്ച് വെള്ളം താ മോളെ. ഇങ്ങോട്ട് കയറിയിരുന്നുള്ളൂ. ഇതാ. എവിടെയാ വീട്? കുറച്ചകലെയാ. ഇവിടെ എവിടെയോ എന്റെ ഒരു ബന്ധു താമസമുണ്ട്. ഇന്നലെയാ അറിഞ്ഞത്. കാലത്തെ തപ്പി ഇറങ്ങിയതാ. ആരാ? വീട്ടുപേരെന്ത് പറയും? അതല്ലേ കുഴഞ്ഞത്. എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ മോളും ഭർത്താവുമാണ്. ആലപ്പുഴക്കാരാ. ആലപ്പുഴക്കാരോ? ഈ സ്ട്രീറ്റിൽ ആലപ്പുഴക്കാരായിട്ട് എന്റെ അറിവിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ആലപ്പുഴ എവിടെയാ മോളുടെ വീട്? മുല്ലയ്ക്കൽ. അമ്പലത്തിന്റെ അമ്പലത്തിന്റെ കിഴക്ക്. അച്ഛന്റെ പേരെന്താ? വാസുദേവക്കുറുപ്പ്. ദൈവമുണ്ടെന്ന് പറയുന്നതിൽ വല്ല അത്ഭുതമുണ്ടോ മോളെ? അല്ലെങ്കിൽ ഇവിടെ എത്തിയപ്പോ തന്നെ പ്രഷർ കൂടാനും, വന്ന് വിളിച്ചപ്പോ മോള് തന്നെ കഥ തുറക്കാനും, വെള്ളം ചോദിച്ചപ്പോ മോര് കൊണ്ടത്തരാനും. ഇതിനാണ് മുജ്ജന്മ ബന്ധം എന്ന് പറയുന്നത്. ഈ വീടാകാൻ 6 മണി മുതൽ തപ്പി കിടക്കുന്നത്. എനിക്ക് മനസ്സിലായില്ലെന്ന്. ഞാനും വാസുദേവനും 10ാം ക്ലാസ് വരെ സനാതനത്തിൽ ഒന്നിച്ചു പഠിച്ചവരാ. ജയവിജയന്മാരെ പോലെ കഴിഞ്ഞവരാ ഞങ്ങള്. നിന്റെ കല്യാണത്തിന് വന്നില്ല എന്നുള്ളതാ എന്റെ പേരിലുള്ള പരാതി. അതെങ്ങനെ? ഞാനിന്ന് കാശ്മീരിലല്ലായിരുന്നോ? ആ, ഒരു കാര്യം ചെയ്യും. ഈ വേഷമൊക്കെ മാറി ഒന്ന് ഇറങ്ങ്, നമുക്ക് വീട്ടിലേക്കൊന്ന് പോയിച്ചു വരാം. ചേച്ചിക്കാ നിന്നെ കാണണമെന്ന് വലിയ നിർബന്ധം. ചേട്ടനോടൊന്ന് ചോദിക്കാതെ. ആ, അത് ധർമ്മം. വീട്ടിലുള്ള ആണുങ്ങളോട് ചോദിച്ചിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ എന്തും ചെയ്യും. എന്റെ ഭാര്യ അങ്ങനെയാ. അല്ല, അത് വീട്ടിൽ വന്ന് കാണുമ്പോ നിനക്ക് മനസ്സിലാവും. നിന്റെ ഭർത്താവ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് വരണമെന്ന് വിചാരിച്ചാ കാലത്തെ കുത്തിപ്പിടിച്ചിറങ്ങിയത്. ഞാൻ ചായ എടുക്കട്ടെ? ഇനി ഇപ്പൊ ചായയോ ചോറോ എന്ത് വേണേലാവാം. ആ മോളെ, ഇന്ന് തന്നെ വാസന എഴുതിക്കോ. PK നായരും അമ്മ വന്നിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്നോ നാളെയോ ഞാൻ മാമ്മന്റെ കൂടെ വീട്ടിലേക്ക് പോകും. നീ ഇവിടെ താമസിക്കാൻ വന്ന വിവരം എന്നെ അറിയിച്ചില്ലല്ലോ എന്നോർത്തവൻ നാണം കിടണം.